ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുനിത കിച്ചൻ ബ്ലോഗിലേക്ക് സ്വാഗതം. നമ്മുടെ കിച്ചൺ എത്ര ചെറുതായാലും വലുതായാലും അത് നല്ല ഭംഗിയോടെ സൂക്ഷിക്കാനുള്ള കുറച്ച് പൊടിക്കൈകളായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം നിങ്ങളെല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എൻ്റെ കമൻറ്റ് ബോക്സിൽ കമൻറ്റായി അറിയിക്കാനും ആരും മറന്നു പോവല്ലേ. അപ്പോൾ ഇന്നത്തെ ആദ്യത്തെ ടിപ്സ് ഒന്ന് കണ്ടാലോ. നമ്മൾ കിച്ചണിലൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന ഇടികല്ല് നമ്മൾ ഇത് വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ ചതയ്ക്കാൻ വേണ്ടി ഉപയോഗിക്കാറുണ്ട്. അപ്പം നമ്മൾ ചതച്ച ശേഷം നമ്മൾ ഇതുപോലെ ഒന്ന് കഴുകിയൊക്കെ നമ്മൾ വൃത്തിയാക്കി വെക്കാറുണ്ട്. അപ്പോൾ രാത്രിയിലൊക്കെ അതിലൊക്കെ പാറ്റയും പല്ലിയും അതുപോലെ തന്നെയൊക്കെ വന്ന് മണപ്പിച്ച് നമ്മൾ അറിയാറില്ല. ഇങ്ങനെ വരുമ്പോൾ നമ്മൾ അതെടുത്ത് ഉപയോഗിക്കുകയും ചെയ്യും. പല രോഗങ്ങളും നമുക്ക് വരാറുണ്ട്. അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഇതിലൊക്കെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതുപോലത്തെ ഒരു വെള്ളി കവർ എടുക്കുക. അതിനുശേഷം നമ്മൾ നല്ലതുപോലെ കഴുകി തുടച്ച ശേഷം ഇതുപോലെ ഇട്ട് നമ്മൾ കവറിൻ്റെ അകത്താക്കി വയ്ക്കുകയാണെങ്കിൽ നമുക്ക് ഇതുപോലെ പല്ലിയും പാറ്റയും ഒന്നും മണപ്പിക്കാതെ തന്നെ നമുക്ക് അത് സൂക്ഷിക്കാൻ പറ്റും. നമ്മൾ എപ്പോഴും ഉപയോഗിച്ചാലും അത് എടുത്ത ശേഷം നമ്മൾ നല്ലതുപോലെ കഴുകി ഒരു തുണിയോ അല്ലെങ്കിൽ ഒന്ന് വെയിലത്ത് വെച്ച് ഉണക്കിയ ശേഷം നമ്മൾ ഇതുപോലെ സൂക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് ഒട്ടും തന്നെ അത് ഇല്ലാതാവേ ഇല്ല. അത് മാത്രമല്ല രോഗങ്ങളോ ഒന്നും വരില്ല കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് നമ്മളെ കിച്ചണിൽ ചെയ്ത് നോക്കണേ. അപ്പം നമ്മുടെ കിച്ചണിൽ ഏറ്റവും ശല്യക്കാരായതാണ് പല്ലി, പാറ്റ, അതുപോലെ തന്നെ ഈച്ച, ഉറുമ്പ് ഇതൊക്കെ. അപ്പോൾ ഇതിൻ്റെ ശല്യമൊക്കെ ഒഴിവാക്കാൻ നമ്മൾ കടയിൽ നിന്നൊക്കെ കെമിക്കലൊക്കെ ഇട്ടുള്ള കാര്യങ്ങൾ വാങ്ങിച്ച് നമ്മൾ ഉപയോഗിക്കാതെ നമ്മുടെ വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റിയ ഒരു ഇതാണ് കേട്ടോ. അതിനുവേണ്ടി ഞാൻ ഇവിടെ ഒരു പാത്രത്തിലേക്ക് കുറച്ച് ഗ്രാമ്പൂ ഇട്ട് വെള്ളം ഇട്ട് തിളപ്പിച്ചിട്ടുണ്ട്. നല്ലതുപോലെ തിളച്ച് ഊറി വന്ന വെള്ളമാണ്. അതൊന്ന് തണുക്കാൻ വേണ്ടി നമ്മൾ മാറ്റി വയ്ക്കുകയാണ്. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് കുറച്ച് കർപ്പൂരം ചേർത്ത് കൊടുക്കുക. ഒരു 2-3 കർപ്പൂരം ഒന്ന് നമ്മൾ കൈകൊണ്ട് തന്നെ നല്ലതുപോലെ ഒന്ന് പൊടിച്ച ശേഷം നമ്മൾ ഈ വെള്ളത്തിൽ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അത് ഈ ചെറു ചൂടുള്ളത് കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ നല്ലതുപോലെ അലിഞ്ഞ് കിട്ടുകയും ചെയ്യും കേട്ടോ. അപ്പം ഞാൻ ഇവിടെ 2-3 കർപ്പൂരം എടുത്ത് നല്ലതുപോലെ പൊടിച്ചിട്ട് കൊടുക്കുകയാണ്. പ്രത്യേകിച്ച് കൊച്ചു കുട്ടികളൊക്കെ ഉള്ള വീട്ടിലാണെങ്കിൽ നമ്മൾ കടയിൽ നിന്നൊക്കെ ഓരോ മരുന്നുകൾ വാങ്ങിച്ച് തളിക്കാതെ ഇതുപോലെയൊക്കെ ചെയ്യുകയാണെങ്കിൽ ഒട്ടും തന്നെ പേടിക്കാനില്ല കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് വിം ലിക്വിഡാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ചേർക്കുകയാണെങ്കിൽ നമ്മൾ ഓരോ സമയം വൃത്തിയാക്കുമ്പോഴും നമ്മൾ ആ സോപ്പിൻ്റെ അംശം നമുക്ക് ആ ഒരു വെള്ളത്തിൽ നിൽക്കും. അപ്പോൾ ആ ടൈൽസ് എല്ലാം നമുക്ക് ആ ഒരു കിച്ചൺ ടൈൽസൊക്കെ നല്ലതുപോലെ വൃത്തിയാക്കാനും പറ്റും കേട്ടോ. അപ്പോൾ ഇതൊന്ന് നല്ലതുപോലെ മിക്സ് ചെയ്ത ശേഷം നമുക്കൊരു സ്പ്രേ ബോട്ടിലേക്ക് ആക്കി കൊടുക്കാം. അപ്പോൾ നമ്മൾ സ്പ്രേ ബോട്ടിലാക്കുന്ന മുമ്പേ ഒന്ന് അരിച്ച ശേഷം വേണം നമുക്ക് അതിലാക്കാം. അല്ലെങ്കിൽ നമുക്ക് ആ ചെറിയ കരടൊക്കെ സ്പ്രേ ബോട്ടിലിൽ അടഞ്ഞ് അത് നമുക്ക് സ്പ്രേ ചെയ്യാൻ പറ്റാറില്ല. അപ്പോൾ നമുക്കിതിനെ ഒന്ന് അരിച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മൾ ഇതിനെ നമുക്ക് ആ ഒരു കിച്ചണിൽ നമ്മൾ അടുപ്പിലൊക്കെ നമ്മൾ ഇത് ഗ്യാസ് അടുപ്പിൻ്റെ പുറമൊക്കെ പാചകമൊക്കെ കഴിഞ്ഞ ശേഷം നമ്മൾ ഇതുപോലെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക. എല്ലായിടത്തും ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്ത ശേഷം നമുക്കൊരു തുണി കൊണ്ട് നല്ലതുപോലെ തുടച്ച് കൊടുക്കുകയാണെങ്കിൽ എപ്പോഴും നമ്മൾ നല്ല വൃത്തിയായിട്ട് തന്നെ നമുക്ക് സൂക്ഷിക്കാം. ഉറുമ്പിൻ്റെ ശല്യം അതുപോലെ തന്നെ പാറ്റയുടെ പല്ലിയുടെ ശല്യം ഒന്നും ഉണ്ടാവില്ല. ആ ഒരു സോപ്പിൻ്റെ ഇതും കൂടെ ഉള്ളത് കൊണ്ട് തന്നെ ടൈൽസൊക്കെ നല്ലതുപോലെ വൃത്തിയാക്കാം. അതുമാത്രമല്ല അടുപ്പൊക്കെ നല്ലതുപോലെ നമുക്ക് വെളുത്ത് കിടക്കും കേട്ടോ. അപ്പോൾ ഞാനവിടെ ഒരു തുണി കൊണ്ട് നല്ലതുപോലെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി എടുക്കുകയാണ്. നമ്മൾ എപ്പോഴും പാചകം ചെയ്താലും ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അധികം ജോലിയും കാണില്ല. നമ്മൾ ഇത് ചെയ്ത ശേഷം പിന്നീട് ചെയ്യാമെന്ന് പറഞ്ഞ് നമ്മൾ മാറ്റിയിടാൻ പാടില്ല കേട്ടോ. ഉടൻ തന്നെ അതിനെ വൃത്തിയാക്കി സൂക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് ജോലി ഭാരമൊക്കെ നല്ലതുപോലെ കുറഞ്ഞും കിട്ടും. നമ്മളെ വീടും വാതിലുമൊക്കെ എപ്പോഴും വൃത്തിയായിരിക്കും. അത് മാത്രമല്ല നമ്മൾ പാചകം ചെയ്ത ശേഷം കുറേ നേരം ഇട്ടിരിക്കുകയാണെങ്കിൽ ഉറുമ്പിൻ്റെ ശല്യം വരും, പിന്നെ ഈച്ചയുടെ ശല്യം വരും, അങ്ങനെയൊക്കെ വരാറുണ്ട്. അപ്പോൾ അത് വരാതിരിക്കാൻ വേണ്ടി നമ്മൾ ഉടൻ തന്നെ വൃത്തിയാക്കണം. അത് മാത്രമല്ല നമ്മളെ കിച്ചൺ കൗണ്ടർ ടോപ്പിലൊക്കെ ഇതുപോലെ ഒന്ന് സ്പ്രേ ചെയ്ത ശേഷം നമുക്ക് തുണി കൊണ്ട് തുടച്ചെടുക്കുകയാണെങ്കിൽ നല്ലതുപോലെ വൃത്തിയായി കിടക്കും. നമ്മുടെ കിച്ചണൊക്കെ എപ്പോഴും നല്ല നീറ്റായിട്ട് സൂക്ഷിക്കാൻ നമ്മൾ ശ്രമിക്കുക. നമ്മൾ ഈച്ചയുടെ ശല്യമൊക്കെ വരുമ്പോൾ രോഗങ്ങളൊക്കെ പരത്താൻ ഏറ്റവും ഇതാണ് കേട്ടോ. നമുക്ക് ഈ സമയത്തൊക്കെ മഴ സമയത്തൊക്കെ രോഗങ്ങൾ വരാതിരിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ എപ്പോഴും നമ്മളെ കിച്ചണൊക്കെ നല്ലതുപോലെ നീറ്റായി സൂക്ഷിക്കുക കേട്ടോ. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ അടുക്കള ജോലിയൊക്കെ നല്ലതുപോലെ ഈസി ആയിട്ട് നമുക്ക് കുറയ്ക്കാൻ പറ്റും. നമ്മൾ ജോലികൾ പിന്നത്തേക്ക് മാറ്റിയിടാതെ ചെയ്യുന്നത് അപ്പോഴപ്പോഴാണ് നമ്മളുള്ള കാര്യങ്ങൾ ചെയ്ത് തീർക്കുക കേട്ടോ. അത് മാത്രമല്ല നമ്മുടെ കിച്ചൺ സിങ്കുകൾ ഒരു 2-3 പ്രാവശ്യമെങ്കിലും നല്ലതുപോലെ തേച്ച് കഴുകി വൃത്തിയാക്കി ഇടണം. നമുക്ക് ആ ഒരു സിങ്ക് എപ്പോഴും വൃത്തിയായി കിടന്നു കഴിഞ്ഞാൽ നമുക്ക് അസുഖങ്ങളൊന്നും വരില്ല കേട്ടോ. ഈ കിച്ചൺ സിങ്കിൻ്റെ ആ ഒരു ഹോളിൽ കൂടെയൊക്കെയാണ് ഏറ്റവും കൂടുതൽ പാറ്റയൊക്കെ
വരുന്നത്, അങ്ങനെ രോഗങ്ങൾ പരത്തുന്നത്. അപ്പം നമ്മൾ 2-3 പ്രാവശ്യമെങ്കിലും നമ്മൾ വിമ്മിൻ്റെ ലിക്വിഡ് അല്ലെങ്കിൽ നമ്മൾ ഏത് സോപ്പ് ഉപയോഗിച്ച് തേച്ച് കഴിയാലും മതി. അപ്പോൾ 2-3 പ്രാവശ്യം ഒന്ന് കഴുകണം. നമ്മൾ ഈ സിങ്ക് കഴുകുന്ന കൂട്ടത്തിൽ തന്നെ നമ്മൾ ആ ഒരു വാൾട്ടയിലും അതുപോലെ തന്നെ ആ ഒരു പൈപ്പിൻ്റെ ടാപ്പിലൊക്കെ നല്ലതുപോലെ തേച്ച് കൊടുക്കുകയാണെങ്കിൽ, എന്നും നമ്മൾ സ്ഥിരമായിട്ട് അത് ചെയ്യുകയാണെങ്കിൽ ഒരിക്കലും അത് ഇല്ലാതാവില്ല. അത് മാത്രമല്ല എപ്പോഴും നല്ല വൃത്തിയായിട്ട് കിടക്കും. അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് ചെയ്യുന്നത് കേട്ടോ. നമ്മൾ എപ്പോഴും നമ്മൾ കിച്ചൺ സിങ്ക് വൃത്തിയാക്കിയാലും ആ ഒരു പൈപ്പും അതുപോലെ തന്നെ ആ വാൾട്ടയിലും എല്ലാം നല്ലതുപോലെ തേച്ച് കൊടുത്ത് വൃത്തിയാക്കിയിടും. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ജോലി ഭാരവും കുറയ്ക്കാം, അതുപോലെ തന്നെ എപ്പോഴും നല്ല നീറ്റായിട്ട് കിച്ചൺ നമുക്ക് സൂക്ഷിക്കാൻ പറ്റും. അതുമാത്രമല്ല നമ്മൾ കിച്ചൻ്റെ ആ ഒരു സിങ്കിൻ്റെ സൈഡിലൊക്കെ നമുക്കിതുപോലെ വെള്ളമൊക്കെ ഒലിച്ച് നമുക്ക് പുറത്തൊക്കെ പോകുന്ന സിങ്കുകളായിരിക്കും ചിലത് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ നല്ലതുപോലെ കഴുകി വൃത്തിയാക്കിയ ശേഷം നമ്മൾ അതിലെ നല്ലതുപോലെ തുണി വെച്ച് തുടച്ച് ആ ഒരു ഈർപ്പം എല്ലാം മാറ്റിയിടുകയാണെങ്കിൽ ചെറിയ ചെറിയ അണുക്കളൊന്നും ആ വെള്ളത്തിൽ വരില്ല. അല്ലെങ്കിൽ നമ്മൾ ആ വെള്ളം കെട്ടിക്കിടന്നു കഴിഞ്ഞാൽ അവിടെയൊക്കെ ചെറിയ അണുക്കളൊക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്യണം കേട്ടോ. പിന്നെ നമ്മുടെ ഏറ്റവും കിച്ചൺ സിങ്കിൽ നല്ലൊരു ഫ്രഷ്നെസ് തന്നെയാണ് നമ്മൾ ഇത് ചെടികൾ വയ്ക്കുന്നത്, നമ്മുടെ മണി പ്ലാന്റൊക്കെ വയ്ക്കുന്നത്. അപ്പോൾ നമ്മൾ ആ മണി പ്ലാന്റൊക്കെ വയ്ക്കുന്ന ആ കുപ്പികളിലെ വെള്ളം നമ്മൾ 2 ദിവസത്തിൽ ഒരു ദിവസമെങ്കിലും നമ്മൾ അതിനെ ഒന്ന് മാറ്റിയ ശേഷം പുതിയ വെള്ളം വച്ച് കൊടുക്കുക. അല്ലെങ്കിൽ കൊതുകൊക്കെ മുട്ടയിട്ട് കൂത്താടിയൊക്കെ വരും കേട്ടോ. പല രോഗങ്ങളും വരും. അത് മാത്രമല്ല നമ്മൾ എപ്പോഴും അവിടെയൊക്കെ നല്ല വൃത്തിയായി സൂക്ഷിക്കുക. നമ്മൾ ഇതുപോലത്തെ ചെടിയൊക്കെ ഇങ്ങനെ വാങ്ങിച്ച് വെക്കുകയാണെങ്കിൽ നമ്മൾ കിച്ചണിൽ പാചകമൊക്കെ ചെയ്യുമ്പോൾ ഇതൊക്കെ കാണുമ്പോൾ തന്നെ ഒരു നല്ലൊരു പോസിറ്റീവ് എനർജി കിട്ടും കേട്ടോ. അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് കിച്ചണൊക്കെ സൂക്ഷിക്കുക കേട്ടോ. നല്ലതുപോലെ നീറ്റായിട്ട് സൂക്ഷിക്കാൻ ശ്രമിക്കണേ. അപ്പോൾ ഇനി അടുത്ത് ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ കിച്ചണിലൊക്കെ ജോലിയൊക്കെ കഴിഞ്ഞ ശേഷം നമ്മൾ പാത്രങ്ങളൊക്കെ എല്ലാം കൂടി ഒത്ത് കഴുകാമെന്നും പറഞ്ഞ് നമ്മൾ ഇരിക്കും. പക്ഷേ അങ്ങനെ ചെയ്യരുത് കേട്ടോ. നമ്മൾ ഒരിക്കൽ പാചകം ചെയ്യുന്ന ആ പാത്രങ്ങൾ അപ്പോഴും തന്നെ എല്ലാം കഴുകി വൃത്തിയായി സൂക്ഷിക്കുക. നമ്മൾ പിന്നത്തേക്ക് വയ്ക്കാതെ നമ്മൾ എടുക്കുന്ന പാത്രങ്ങൾ ഉടൻ തന്നെ കഴുകി നമ്മൾ മാറ്റുകയാണെങ്കിൽ നമുക്ക് ജോലി കുറഞ്ഞ് കിട്ടും. അതുപോലെ തന്നെ ആ ഒരു കിച്ചണിലെ എല്ലാ ജോലികളും പെട്ടെന്ന് നമുക്ക് തീർക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ എല്ലാം കൂടെ വാരിയിട്ട് കൂട്ടിയിട്ടെന്ന് നമുക്ക് ഈച്ചയുടെയൊക്കെ ശല്യം ഉണ്ടാവാൻ സാധ്യതയുണ്ട് കേട്ടോ. ഇനി അടുത്ത ടിപ്സ് ഒന്ന് കണ്ടാലോ. നമ്മൾ പപ്പടമൊക്കെ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ചിലവർക്ക് പപ്പടം നല്ലതുപോലെ പൊങ്ങി വരുന്നത് ഇഷ്ടമില്ലായിരിക്കും. അങ്ങനെ വരുമ്പോൾ നമ്മൾ പൊരിക്കുന്നതിന് മുമ്പേ ഒന്ന് ചെറുതായിട്ട് കത്തിയോ എന്തെങ്കിലും വെച്ചൊന്ന് കുത്തി കൊടുത്തതിന് ശേഷം നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുകയാണെങ്കിൽ പപ്പടം ഒട്ടും തന്നെ പൊങ്ങി വരില്ല. നല്ല രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ പപ്പടം നമ്മൾ പൊരിച്ചിടുമ്പോൾ സ്റ്റീൽ പാത്രങ്ങളിൽ പൊരിച്ചിടാതിരിക്കുക, അത് പെട്ടെന്ന് തന്നെ കുതിർന്നു പോകും. പ്ലാസ്റ്റിക് ബോട്ടിലിൽ പപ്പടം പൊരിച്ചിടുകയാണെങ്കിൽ എത്ര ദിവസമായാലും അത് നല്ലതുപോലെ ക്രിസ്പി ആയിട്ട് തന്നെ ഇരിക്കും. അപ്പോൾ ഇതൊന്ന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അതുമാത്രമല്ല നമ്മൾ പപ്പടം എണ്ണയിൽ പൊരിച്ചെടുക്കുന്നതിന് മുമ്പേ നല്ലതുപോലെ തട്ടി അതിൻ്റെ ആ മാവെല്ലാം കളഞ്ഞ ശേഷം വേണം നമ്മൾ പപ്പടം ഫ്രൈ ചെയ്തെടുക്കുക. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ എണ്ണ ഒട്ടും തന്നെ കറുത്ത് പോവില്ല. അപ്പോൾ ഈ ടിപ്സുകൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ നിങ്ങൾക്ക് ഇന്ന് കാണിച്ച കുഞ്ഞു കുഞ്ഞു ടിപ്സുകൾ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എൻ്റെ കമൻറ്റ് ബോക്സിൽ കമൻറ്റായി അറിയിക്കാനും മറന്നു പോവല്ലേ.